കൂട്ടക്കൊലകളിൽ ഗതികെട്ട് കിഴക്കൻ പാകിസ്ഥാന്റെ ജനം ആയുധം കയ്യിലേന്തിയ കാലമാണ്. ആ കൈകൾക്ക് രാജ്യം പിന്തുണ കൊടുത്ത കാലമാണ്. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. പായാന്നത്തിൽ നിക്സന്റെ വൈറ്റ് ഹൌസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വിരട്ടാണ്. നിന്റെ മുമ്പിൽ ഈ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ഈ ജോർജ് സാറിനെ ഇനി കുറെ അറിയാനുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫോൺ കോൾ വന്നു വൈറ്റ് ഹൌസിൽ നിന്ന്. ഇത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം. നടന്നു കഴിഞ്ഞതിനെ പറ്റി ഇനി പറയണ്ട, നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് പ്രധാനം. എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ 7ാം കപ്പൽ പടയെത്തുമെന്ന മുന്നറിയിപ്പ്. വേണ്ട, അന്ന് മൈറ്റി അമേരിക്കൻ 7th ഫ്ലീറ്റ് എന്ന് കേട്ടാൽ സോവിയറ്റ് റഷ്യക്ക് ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് ആയുധ തമ്പ്രാക്കൾക്ക് പോലും മുട്ടുവറക്കുന്ന മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോകുന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. പാകിസ്ഥാന് വേണ്ടി കപ്പൽ വിടാം, വിടാതിരിക്കാം. പാകിസ്ഥാനെ പിന്തുണയ്ക്കലോ പിന്തുണയ്ക്കാതിരിക്കലോ നിങ്ങളുടെ രാജ്യധർമ്മം. പക്ഷേ അനുവാദം കൂടാതെ ഈ രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി കടന്നാൽ തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി. ഇത് തന്നെ എന്റെ കൽപ്പന രാജശാസനം. It is my duty to put the situation in my country and its neighborhood. ഇന്ദിരയെന്നാൽ ഇന്ത്യയും, ഇന്ത്യയെന്നാൽ ഇന്ദിരയുമായ കാലം.